ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എൻ്റെ ഭക്തമക്കൾ എന്ന് പറയുന്നത് ആത്മീയമായി യഥാർത്ഥ പൂർണ്ണാനന്ദമായിരിക്കുന്ന പരമാത്മാവ് പൂർണ്ണാനന്ദനാണ്, പൂർണ്ണമായ ആനന്ദ സ്വരൂപനാണ്. അപ്പം ഭക്തമക്കൾക്കും ആ ആനന്ദം അനുഭവിക്കുന്ന ഇതിനകത്ത് കുറച്ച് മക്കളുണ്ട്, അനുഭവിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നെന്ന് എനിക്ക് തോന്നിക്കുന്നു. കാരണം ആ മക്കളൊക്കെ വിളിക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അവർ എവിടെ പോയാലാണ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഏതാണ് നല്ലത്, ഏതാണ് പന്നൽ, എവിടെയാണ് യഥാർത്ഥമെന്ന് അറിയാത്ത കുറച്ച് മക്കളാണ്. അങ്ങനെയും ഉണ്ട്. കാരണം അവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഉള്ളവരെ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംശയം കിടക്കുന്നത്. അതുകൊണ്ട് അത് എനിക്കെങ്ങനെ മനസ്സിലായി എന്ന് പറയുന്നത്, ഇപ്പം ആത്മീയമായുള്ള കാര്യങ്ങളല്ലേ കേൾക്കുകയുള്ളൂ. അതും ഈ യൂട്യൂബ് തുറക്കുമ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരുപാട് ആത്മീയ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമല്ലോ. അപ്പോൾ അതിൽ നന്മയുണ്ട്, ആ നന്മ മനസ്സിലാക്കുന്നുണ്ട്. അതിന് യഥാർത്ഥം ഏതാണെന്നും തിരിച്ചറിയാനും പറ്റുന്നില്ല. അതുകൊണ്ട് എന്നോട് പല മക്കൾ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കുക, അമ്മ ഏതാണ് ഇന്ന പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്, അത് നല്ലതാ അമ്മേ, അല്ലെങ്കിൽ അത് അമ്മ പറയുന്നത് പോലെയുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം നല്ലൊരു വഴി ഈ മക്കൾക്കത് പിടി കിട്ടിയിട്ടുണ്ട്. കാരണം അതുപോലെയാണ്, അത് കൊള്ളാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വഴി രണ്ടും ചിലപ്പോൾ ഒന്നായി വരും. അതുകൊണ്ട് ഇവിടെ പൂർണ്ണാനന്ദ വിരചിതം എന്നുള്ള യോഗവും സിദ്ധിയും എന്നുള്ള പരമാത്മാവായ ഭഗവാന്റെ യഥാർത്ഥ ആനന്ദ സ്വരൂപത്തെ തിരിച്ചറിയാനുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ നിന്ന് ഞാൻ 2 വരി വായിക്കാം. മാർഗങ്ങളായിരം അറിഞ്ഞിടുക 1000 പേർ കോർത്താൽ. മാർഗം എന്ന് വെച്ചാൽ വഴി. മാർഗങ്ങൾ 1000 അറിഞ്ഞിടുക 1000 പേർ കോർത്താൽ. 1000 പേർക്കും 1000 വഴികളാണ്. ഇപ്പോൾ 10 പേര് ആത്മീയമായ ആചാര്യന്മാർ ഇതിൽ കൂടെ പ്രഭാഷണം നടത്തുമ്പോൾ ചിലപ്പോൾ ഈ 10 പേർക്കും 10 രീതിയായിരിക്കും. യഥാർത്ഥ വഴി ഒരേ ഒരു വഴി തന്നെയാണെങ്കിൽ അത് 10 രീതിയായിരിക്കും. അതുകൊണ്ടത് ഏതാ ശരിയെന്ന് യഥാർത്ഥത്തിൽ ചിലപ്പോൾ അറിയാൻ പറ്റാതെ ഇരിക്കും. കാരണം ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമാണ്, ഒരേ ഒരു സ്ഥാനത്ത് എത്തേണ്ട ആണ് വഴി. ആ വഴി ഏതാണ് യഥാർത്ഥത്തിൽ ശരി എന്ന് അറിയാത്ത മക്കൾ ഇതിനകത്ത് അനേകം പേരുണ്ട്. അത് ഇതിൽ തന്നെ പറയും, യഥാർത്ഥ ഒരു ഗുരുവിനെ എനിക്ക് കിട്ടിയില്ല അമ്മേ, അങ്ങനെയൊക്കെ പലതും പറയും. അമ്മ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാകുന്നെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതും അവർക്ക് യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ അതിന് കൊച്ചൊരു ഉദാഹരണം പറയട്ടെ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് പിന്നെ കൊല്ലത്തേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് പോകണം. അതിൻ്റെ യഥാർത്ഥ വഴി ചില മക്കൾക്ക് നല്ല അറിയാത്ത മക്കൾക്ക് വഴി അറിയാത്തവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ പലരോടും ചോദിക്കും, തിരുവനന്തപുരത്തുനിന്ന് നേരെ നല്ല യഥാർത്ഥമായൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ 5 പേരോട് ചോദിക്കുമ്പോൾ 5 പേരും 5 വഴിയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം പല സ്ഥലത്തും ഇറങ്ങി കയറി പോകണം എന്ന് വളഞ്ഞും തിരിഞ്ഞ്, അതായത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കയറി കൊട്ടാരക്കര ഉള്ള ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊല്ലത്തേക്ക് പോയിട്ട് വേറെ വഴി, ഇങ്ങനെയൊക്കെ പലരും പല രീതിയിൽ പറഞ്ഞു കൊടുക്കും. യഥാർത്ഥത്തിൽ ഇപ്പം കൊല്ലത്തേക്ക് പോകേണ്ട വഴിയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നേരെ ഒരു വഴി അറിയാവുന്നതും ഈ 5 പേരിൽ ഒരാൾ കാണും, അല്ലെങ്കിൽ 2 പേര് കാണും. ഈ 2 പേരും ഒരേ അഭിപ്രായമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന ബസ്സിൽ കയറി ഇന്നതുപോലൊരു നേരെ ഒരു വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ ആ ബസ് പോകുമ്പോൾ അത് യഥാർത്ഥമായ കൊല്ലത്ത് തന്നെ എത്തും എന്ന് 2 പേർക്ക് അറിയാം. അങ്ങനെ അതാണ് ഇതിൽ തന്നെ അമ്മ പറയുന്നത് പോലെ തന്നെ ഇന്നാരൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം അത് ആ വഴി രണ്ടും ശരിയാണ്. എന്നാൽ വേറെ 2-3 പേര് പറയുന്നത് എന്താണ്, തിരുവനന്തപുരത്ത് നിന്ന് MC റോഡ് വഴി ഇങ്ങനെ കൊട്ടാരക്കരയ്ക്ക് പോയി ആ വഴി കൊല്ലത്തേക്ക് പോകാം എന്ന് അറിയാൻ വയ്യത്തവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പല രീതിയിൽ 2-3 പേര് പല വഴിയും പറഞ്ഞു കൊടുക്കും. പക്ഷേ കൊല്ലത്ത് ചെല്ലാം, പക്ഷേ ഇത്തിരി ചുറ്റി കറങ്ങണം.
മുഷിവാണ്. പക്ഷേ ഈ ചുറ്റിക്കറങ്ങി വഴിയറിയാൻ വയ്യാത്ത ഒരു വഴി എങ്ങനെ അത് കുരുടനെ വഴി കാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴും എന്ന് പറയുന്നത് പോലെ പല പല വഴി കൂടെ പോയി ദേഹം നശിച്ച്, അതായത് മരണപ്പെട്ടാലും നമ്മൾ യഥാർത്ഥ വഴി കൊല്ലത്ത് ചെന്ന് എത്താൻ പറ്റാത്തൊരു ഇതായി പോകും. കാരണം വളഞ്ഞും തിരിഞ്ഞും എത്തുമ്പോഴത്തേക്ക് സമയം കുറേ എടുക്കും. അതേസമയം യഥാർത്ഥമായി വഴി അറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കും? തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന ബസ്സിൽ കയറി നേരെ കൊല്ലത്തിറങ്ങാം, എങ്ങും അതിനകം വെച്ച് ഇറങ്ങിയും കയറിയൊന്നും വേണ്ട, ഒറ്റ ബസ്സുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് യഥാർത്ഥ വഴി. അപ്പോൾ നമുക്ക് എന്ത് വരും? ഒരു തടസ്സവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ യഥാർത്ഥ സ്ഥാനത്ത് ചെല്ലാം, ലക്ഷ്യസ്ഥാനത്ത് ചെല്ലാം, നമുക്ക് ആനന്ദം അനുഭവിക്കുകയും ചെയ്യാം. ഇതാണ് യഥാർത്ഥമായ വഴി അറിയാവുന്നവർ. ഇവിടെ പറയുന്നു, മാർഗങ്ങൾ 1000 അറിഞ്ഞിടുക, 1000 പേർ കോർത്താൽ. 1000 പേർക്ക് 1000 രീതിയിലുള്ള വഴിയായിരിക്കും. എത്ര നല്ല ഉദാഹരണമായത്! മാർഗങ്ങൾ 1000 അറിഞ്ഞിടുക, 1000 പേർ കോർത്താൽ, തുതീയ ഗുരു നിന്നെ നയിക്കും, എന്നാൽ ആ മാർഗമൊത്തു നടകൊള്ളുക ലക്ഷ്യമോളം. അപ്പോൾ യഥാർത്ഥമായി പറഞ്ഞു തരുന്നത് ഒരു വ്യക്തിയുണ്ട്. കൊല്ലത്തുനിന്ന് എങ്ങോട്ട് പോകുന്ന വണ്ടിയാ? കൊല്ലവും തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലവും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന വണ്ടിയോ അല്ലെങ്കിൽ കൊല്ലം വരെയുള്ള വണ്ടിയോ ആകാം. പക്ഷേ ആ കൊല്ലമാണ് നമുക്ക് യഥാർത്ഥ സ്ഥാനം. ആ കൊല്ലത്ത് ചെന്ന് എത്താൻ യഥാർത്ഥമായി 1 or 2 പേരും പറഞ്ഞു കൊടുക്കും. ആ 2 പേരിൽ ആരായാലും യഥാർത്ഥ ലക്ഷ്യം എത്തുന്ന ഒരു വ്യക്തിയാവാം. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൈക്കൊള്ളാം. അത് അവർ പറഞ്ഞു കൊടുക്കുന്ന ഏത് വഴിയും നിങ്ങൾക്ക്, അതായത് 2 പേരെ യഥാർത്ഥമായി പറഞ്ഞു തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 പേരിൽ ഒരാളെ യഥാർത്ഥമായി പറഞ്ഞു തന്നുള്ളൂ എങ്കിൽ ആ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതല്ല മറ്റുള്ളവർ പറയുന്ന വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുന്ന വഴിയാണെങ്കിൽ യഥാർത്ഥ വഴി അറിയാത്തവരാണ് ആ പറഞ്ഞു കൊടുക്കുന്നവരെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ തള്ളിക്കളയുക. ആ വഴി നമുക്ക് വേണ്ട. കാരണം ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. എവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കാമെന്നല്ലാതെ യാതൊരു ഫലവും കിട്ടത്തില്ല. എന്തൊരു ഫലമാ? ലക്ഷ്യസ്ഥാനം, ആനന്ദം അനുഭവിക്കാൻ. ഈശ്വരൻ പൂർണ്ണനാണ്, ആനന്ദമാണ്. ആ ആനന്ദം നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഒരു ഗുരുവോ അല്ലെങ്കിൽ യഥാർത്ഥമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയെ ആ വഴി തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തേക്ക് പോകുന്ന യഥാർത്ഥമായ ഒരു വഴി അറിയാവുന്ന ഒരു വ്യക്തി എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന നേരായ വഴി, അത് ആ നേരായ വഴി കൂടെ ചെന്നെങ്കിലേ നമുക്ക് കൊല്ലത്ത്, ഏത് കൊല്ലം? ലക്ഷ്യസ്ഥാനം, ആനന്ദാനുഭൂതി അതനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വേണം മക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ. അല്ലാതെ 10 പേര് നമ്മുടെ യൂട്യൂബ് തുറക്കുന്നത് 10 പേര് പല രീതിയിലും പല വഴി പറഞ്ഞു കൊടുക്കും. അതിൽ യഥാർത്ഥത്തിൽ സത്യമായ കാര്യം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ യഥാർത്ഥമായി പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇത് കൊള്ളാം, അത് കൊള്ളാം എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ബാക്കി മൊത്തവും നിങ്ങൾ അവഗണിക്കുക, വേണ്ടാന്ന് വയ്ക്കുക. ഈ 10 പേരുടെയും കൂടെ പോയാൽ നിങ്ങൾക്കൊരിക്കലും സ്ഥാനം എത്തത്തില്ല. ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഒരാൾ പറയുന്നത് ഏതാ നേരെ പോകുന്ന വഴി, ആ വഴി തിരഞ്ഞെടുക്കാം. അതാണ് നിങ്ങൾക്ക് ആനന്ദാനുഭൂതി. അത് ലക്ഷ്യസ്ഥാനം. ഭഗവാൻ പരമാത്മാവ് ആനന്ദ സ്വരൂപമാണെങ്കിൽ ആനന്ദസ്വരൂപനെ, ആ ആനന്ദം നമുക്ക് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ആനന്ദ കുട്ടികളാകുന്നത്. ആനന്ദ സ്വരൂപൻ്റെ മക്കളാകുന്ന നമ്മൾ ഓരോ കുട്ടികളും ഭഗവാന്റെ മക്കളായി ആനന്ദം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ വഴിയെ പോവുക. അപ്പോൾ അത് നേരായൊരു വഴിയാണ്. മാർഗം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വഴി എന്നാണ്. അപ്പോൾ 1000 പേരുണ്ട്, അല്ലെ 10 പേരുണ്ട്, 10 പേരുടെയും കൂടെ പോയാൽ ഒരിക്കലും ഒരു യഥാർത്ഥ ലക്ഷ്യത്തെത്താൻ വളരെ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പല പല വഴി തിരഞ്ഞെടുത്താൽ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കുരുടൻ, അത് കണ്ണ് കാണാൻ വയ്യാത്തവൻ. കാരണം യഥാർത്ഥ വഴി അവർക്ക് അറിയാമെങ്കിൽ നേരെ പറഞ്ഞു കൊടുക്കുമല്ലോ. യഥാർത്ഥ വഴി അറിയാൻ വയ്യാത്തവൻ്റെ പേരാണ് കുരുടൻ, കണ്ണ് കാണാൻ വയ്യാത്തവൻ. അവൻ ഒരാളെ നയിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാ? ഒരു കണ്ണ് കാണാൻ വയ്യാത്ത വേറൊരാളിനെ വഴി കാണിച്ചാൽ 2 പേരും കുഴിക്കകത്ത് വീണു പോകത്തില്ലേ? നടക്കുന്ന വഴിയിൽ വഴി കാണാൻ പറ്റുമോ? അതുകൊണ്ട് വഴി അറിയാത്തവൻ്റെ കൂടെ നടക്കരുത്. വഴി അറിയാവുന്നതിൻ്റെ കൂടെ പോയാൽ ലക്ഷ്യസ്ഥാനത്തെത്താം. ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. കാരണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ട് തന്നെ തന്നിൽ ഇളച്ചിടാതെ പോകണം. മുമ്പോട്ട് ഏതാണ് യഥാർത്ഥ വഴിയെന്ന് മനസ്സിലാക്കിയിട്ട് ആ വഴിയെ തന്നെ ലക്ഷ്യസ്ഥാനം, അതായത് കൊല്ലത്ത് ചെന്നെത്തണം. തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ അതുവരെ നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി
പ്രാർത്ഥിക്കുമ്പോഴും അതായത് നന്നായി ആരാധിച്ച് ധ്യാനിച്ച് ആ ലക്ഷ്യത്തെത്താൻ വേണ്ടിയുള്ള ഉറച്ച മനസ്സോടുകൂടി മനസ്സ് മറ്റെങ്ങും പോകാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടേ എനിക്ക് മറ്റ് കാര്യമുള്ളൂ എന്ന് കരുതി വേണം നമ്മുടെ വീട്ടിലെ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ജോലികളെല്ലാം ചെയ്തിട്ട് യഥാർത്ഥമായി കുറച്ച് സമയം മെനക്കെടുത്തി ഇരുന്നും കൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ മറ്റ് വീട്ടുകാര്യങ്ങളോ മറ്റൊന്നും ചിന്തിക്കാതെ മനസ്സിനെ ഏകാഗ്രമാക്കി ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പിച്ചും കൊണ്ട് ആ ഭ്രൂമധ്യമാകുന്ന പുരികത്തിൻ്റെ മധ്യത്തിലേക്ക് ലയിച്ചിരുന്നും കൊണ്ട് മനസ്സിനെ അവിടെ നിർത്തുക. അങ്ങനെ വേണം ധ്യാനിച്ച് ലക്ഷ്യം എന്നെത്തുന്നു അതുവരെ ഈ ധ്യാനം ദിവസേന കർമ്മങ്ങളെല്ലാം ചെയ്യുകയും വേണം. എല്ലാ കർമ്മവും ഈശ്വരാർപ്പണമായി ചെയ്തും കൊണ്ട് എന്താ പറയുക, മറ്റ് ചിന്തകളിൽ നിന്നും ഓടിപ്പോകാതെ. കാരണം ഇതെല്ലാം ചെയ്ത് ഒഴിച്ചു വച്ചിട്ടേ ധ്യാനിക്കാതിരിക്കും. നമ്മുടെ കർമ്മങ്ങൾ ജോലികൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് തീർത്തിട്ട് അതിനുവേണ്ടി ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി ഈശ്വരനെ അറിയാൻ വേണ്ടി കുറേ സമയം മെനക്കെടുത്ത് ഇരിക്കുമ്പോൾ ഒരു 2-1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്രയും സമയം നമ്മൾ ഏകാഗ്രമായി തന്നെ ഇരുന്ന് ധ്യാനിക്കുക. ഇതെനിക്ക് പറഞ്ഞു തരാൻ തോന്നി പല മക്കളും എന്നെ വിളിക്കാറുണ്ട്, അമ്മേ എനിക്ക് ഏതാണ് ഞാൻ ഇത്രയൊക്കെ നോക്കി അത് നോക്കി ഇത് അങ്ങനെ പലരുടെയും കണ്ടു, പക്ഷേ അമ്മയുടേത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ അറിയാത്ത മക്കളോട് ഇത് അറിയണം. കാരണം സംശയം കൊണ്ട് പല രീതിയിൽ അവർക്ക് അറിയാൻ വയ്യ, കാരണം യഥാർത്ഥത്തെ കണ്ടുപിടിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പലതും നമ്മൾ കേൾക്കുമ്പോൾ അതിൽ ഏതാണ് കൊള്ളാകുന്നതെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ 2 പേര് പറയുന്നത് അത് എന്നോട് പറയാനുണ്ട്, അമ്മ ഇന്നാരുടെ പ്രഭാഷണവും അമ്മയുടേതും അമ്മ പറഞ്ഞിരുന്ന കാര്യം 2 ഒരുപോലെയാണ്. അപ്പോൾ അതിൽ ഏതും തിരഞ്ഞെടുക്കാം. ആ 2 ഒരുപോലെയാണ് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തന്നെ ലക്ഷ്യം വെച്ച് മുന്നേറൂ. ഇടയ്ക്ക് ഇളച്ചിടാതെന്ന് വെച്ചാൽ എന്താണ്, മുടക്കാതെ ദിവസേന കൃത്യനിഷ്ഠ പാലിക്കണം. എല്ലാ ജോലിയും കൃത്യനിഷ്ഠയോട് ചെയ്തിട്ട് ഈശ്വര ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയവും കൃത്യനിഷ്ഠയോട് നമ്മൾ ചെയ്യുമെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എന്തുവരും, ഒരു ദിവസം അയ്യോ ഇന്ന് എനിക്ക് വയ്യ, ധ്യാനിക്കാനും പ്രാർത്ഥനയും വയ്യ, ഞാൻ എവിടെയെങ്കിലും പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ പറ്റൂ? നമുക്ക് ലക്ഷ്യം കാരണം തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറിയിട്ട് അയ്യോ എനിക്ക് കൊല്ലം വരെ പോകാൻ പറ്റത്തില്ല, എനിക്ക് ഇതൊക്കെയാണ്, ഞാനങ്ങ് വഴിയിൽ ഇറങ്ങുക. അപ്പോൾ കൊല്ലത്തെത്താൻ പറ്റൂ? നമുക്ക് കൊല്ലത്ത് എത്തണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്നും വിഷമം ഉണ്ടായി ഇറങ്ങി പോകാതെയും അവിടെ എത്തിയിട്ടേ നമ്മൾ നിൽക്കാവൂ. അതുവരെ നമുക്ക് ലക്ഷ്യസ്ഥാനം എത്തുന്ന ഏതൊരു കാലത്താണോ അതുവരെ നമ്മൾ മുടങ്ങാതെ ധ്യാനം വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനൊരു ഉദാഹരണമാണ് ഈ വണ്ടി പോകുന്ന യാത്ര. അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ധ്യാനത്തിന് 1 മണിക്കൂറെങ്കിലും നമ്മൾ ധ്യാനിക്കാനിരുന്നാൽ അത് ആ 1 മണിക്കൂറായാലും നമുക്ക് ചിലപ്പോൾ ആനന്ദ നിർവൃതിയാണെങ്കിൽ 2 മണിക്കൂറായാലും സമയം പോലും നമ്മൾ അറിയത്തില്ല. അഥവാ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും അന്നന്ന് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയും ആരാധനയും ഭഗവാനുള്ള ഭക്തിയും ഒക്കെ നമുക്ക് വേണം. അപ്പോഴാണ് നമുക്ക് അതിൽ മടുപ്പ് തോന്നാതിരിക്കും. അല്ലെങ്കിൽ കുറേ നേരം ധ്യാനിക്കാൻ മാത്രം നിന്നിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും, 1 മണിക്കൂറായോ എന്നാൽ എണീച്ച് പോകാം. അത് നമുക്ക് പാടില്ല. അതിന് നമ്മൾ ആദ്യമേ ഹൃദയത്തിൽ നന്നായി ആസ്വദിച്ച് പരമാത്മാവിൽ ലയിച്ചൊന്ന് ആനന്ദിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചിരിക്കൂ. അപ്പോൾ നമുക്കൊരു നിർവൃതി ഇങ്ങനെ വരും. അപ്പോഴിരുന്നങ്ങ് ധ്യാനിക്കൂ. അപ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ പറ്റും. ഇതിനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഒന്നും കൂടെ ഈ ശ്ലോകം ചൊല്ലാം. മാർഗങ്ങളായിരം അറിഞ്ഞിടുക 1000 പേർ കോർത്താൽ തുതീയ ഗുരു നിന്നെ നയിക്കുമെന്നാൽ ആ മാർഗമൊത്തു നടകൊള്ളുക ലക്ഷ്യമോളം. മുമ്പോട്ടു തന്നെ തന്നിൽ ഇളച്ചിടാതെ ഒരു മടുപ്പും തോന്നാതെ ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ നേരം ഇരിക്കണമെന്നുണ്ട്, ഒത്തിരി നേരം കൂടെ ഇരുന്നോണം. അല്ല, ഇടയ്ക്ക് അതിനൊരു ഇന്ന് ചെയ്യുന്ന അതേ അധ്വാനം നാളെയും ചെയ്യണം. അത് ഇടയ്ക്കൊരു ദിവസം മുടക്കി കളയണ്ട. അതിനാണ് തന്നിൽ ഇളച്ചിടാതെ മടുത്തു പോകാതെ നമ്മളത് മുന്നോട്ട് നയിക്കണം. മാർഗം എത്തുന്നത് വരെ നമ്മൾ നടകൊള്ളണം. എന്നും കൃത്യനിഷ്ഠ പോലെ ചെയ്യണം. അതാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ ഈ ഒരു വഴിയിൽ പോകുന്നവർ പല വഴി പറഞ്ഞു കൊടുക്കുന്നവരുടെ കൂടെ കൂടിയാൽ നമുക്കൊരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക, അതിൽ തന്നെ ഉറച്ചൊന്ന് ധ്യാനിക്കുക. എനിക്ക് അത്രയേ പറഞ്ഞു തരാനുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ആനന്ദം അനുഭവിക്കാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓം നമസ്തേ എല്ലാവർക്കും.